നേരത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇതുപോലെ എന്തോ പോലീസില് ചേർന്ന് അങ്ങനെ ഒരു ഗിറ്റാറിസ്റ്റിനെയും ഒരു വയലിസ്റ്റിനെയും ആയിട്ട് അങ്ങോട്ട് വന്ന ഗവൺമെന്റ് ജോലി കിട്ടും പോലീസില്. മാസ ശമ്പളം ശ്രീകുട്ട. അപ്പൊ നിങ്ങക്ക് പരേഡും ഇതൊന്നുമില്ല, നേരെ ചെല്ലുക ഒപ്പിടുക. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങ് വന്നാ മതി. അപ്പൊ അന്നത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇത് കലാകാരന്മാരെ അത്രത്തോളം അത് ബഹുമാനിച്ചിരുന്നു. ശരിക്കും KAP എന്ന് പറഞ്ഞിട്ട് ഒരു ബറ്റാലിയൻ തന്നെ രൂപീകരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ അതിന്റെ GM ഒരു GK മേനോൻ എന്ന് പറഞ്ഞൊരു സാറ്, മൂപ്പര് ഭയങ്കര കലാ ലവ്വാണ്. അപ്പൊ മൂപ്പര ആഗ്രഹങ്ങളാണ് ഒരു നാദസ്വരം ബാച്ച്, ഒരു ഗാനമേള ബാച്ച്, പിന്നെ ഒരു നാടകം. ഇതൊക്കെ മൂപ്പര തലയിലുണ്ടായിരുന്നാണ്. മെഹബൂബിനറിയോ, ഞാനും ഈ പോലീസ് ഓർക്കസ്ട്രയിൽ വായിച്ചിട്ടുണ്ട്. അത് ഗസ്റ്റ് ആയിട്ടാണ്. ഞാനും ജോൺസണൊക്കെ പോയിട്ട് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ നേരത്തെ പറഞ്ഞ GK മേനോൻ, അദ്ദേഹം പറഞ്ഞിട്ട് അതിന്റെ ബാൻഡ് മാസ്റ്റർ ഉണ്ട്, ആന്റണി മാസ്റ്റർ. ഇവരും കുറച്ച് പോലീസുകാരൊക്കെ കൂടിയിട്ട് എന്റെ വീട്ടിലേക്ക് എന്റെ ഫാദറിനെ കാണാൻ വന്നു. എന്തിനാണെന്നറിയോ, മോനെ പോലീസിൽ ചേർത്ത് കഴിഞ്ഞാൽ CI പോസ്റ്റ്, പണിയൊന്നും എടുക്കണ്ട, പക്ഷെ വയലിൻ വായിക്കണം. അപ്പൊ ഏതെങ്കിലും കള്ളനെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ അവിടെ ബായ് ഇതുപോലെ മദ്രാസിൽ പാടാൻ പോയപ്പോ നമ്മുടെ ബാബുക്കായിട്ട് ഏകദേശം ഒരു 10-15 ദിവസം താമസിച്ച് ഒരുമിച്ച്. എന്റെ സുഹൃതം ഒരു അന്നത്തെ ലെജൻസ് ഒക്കെ വലിയ ഹൃദയമുള്ളവരാണ്. അതിന്റെ അനുഭവസ്ഥനാണ് ഞാൻ. ബായി നമുക്ക് മദ്രാസിൽ പോകണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വീട്ടിൽ വന്നു, പാപ്പാൻ്റെ അടുത്ത് കാശൊക്കെ മേടിച്ചു, ഞാനും ബായും കൂടി മദ്രാസിൽ പോവുകയാണ്. എന്നെ കൊണ്ടൊരു ഹോട്ടലിന്റെ ഏറ്റവും ടോപ്പിൽ ആ ടെറസിന്റെ മുകളിൽ ഒരു മുറി, ആ മുറിയിലേക്കാണ് ബായി ചെല്ലണേ. ബാഗൊക്കെ അവിടെ വെച്ചു. മോൻ ഇവിടെ റെസ്റ്റ് ചെയ്തു, ബായി പോയിട്ട് വരാം എന്നും പറഞ്ഞ് ബായി പോയി. പിന്നെ വരുന്നത് ബായും ബാബുരാജും കൂടിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് മുറിയിലേക്ക്. ഇതാണ് എന്റെ മോൻ എന്നാണ് ബായി പറയണത്. അപ്പൊ ഡയലോഗിലാണ് കയറി. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക. വന്ന് നേരെ ഇരുന്ന് ഹാർമോണിയം എടുത്ത് വെച്ചു, പാടാന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ ഇവനെ അയക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചട്ടം കെട്ടിയാണ് പോയത്. അതുമല്ല, ബാബുക്ക ഗൾഫിൽ പോകാൻ നീ പാസ്പോർട്ട് എടുത്ത് വെക്കണമെന്ന് വരെ എന്നോട് പറഞ്ഞാണ്. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് പാസ്പോർട്ട് ഉണ്ട്. ഒരാൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചഞ്ചല എന്ന ചിത്രത്തില് എനിക്ക് പാടാൻ അവസരം കിട്ടുന്നത്. കൊച്ചിക്കാരുടെ ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞില്ലേ അതേതാ പാട്ട്? ഋതുകന്യകളെ ഒരു കുറി കൂടിയൻ മതിലകമലങ്കരിക്കൂ, മധുശലഭങ്ങളായി പറന്നുവരൂ, മധുര സ്മരണകളെ ഋതുകന്യകളെ. ബ്യൂട്ടിഫുൾ സോങ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ നല്ല തുടക്കമായിരുന്നു. ഇത് പാടാൻ വേണ്ടി മദ്രാസിൽ ചെല്ലുമ്പോൾ ബാബുക്ക സ്ട്രോക്ക് വന്ന് കിടക്കുക. ബാബുക്കാന്റെ ഒരു വശം ഇങ്ങനെ തളർന്നു, ലെഫ്റ്റ് സൈഡാണ് തളർന്നത്. എന്നിട്ട് മുഖം അടക്കം ഇതായിപ്പോയി, ഓടിപ്പോയി. വീട്ടിൽ വന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോ എന്റെ വീടിന്റെ മുമ്പിൽ ഒരു സൈക്കിൾ റിക്ഷ വന്ന് നിന്നു. ആ സൈക്കിൾ റിക്ഷ ചവിട്ടുന്ന ആള് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ബാബു ബാബുക്ക വന്നിട്ടുണ്ട്. ഞാൻ ബാബുക്കേ, എടാ ബാബുരാജ്, നിന്റെ വീട് കാണണമെന്ന് പറഞ്ഞ് ആ ടൗണിൽ കിടന്ന് കറങ്ങിയിട്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടേ കാണിച്ചു തരാം, കൊച്ചുമൂവല്ലേ അങ്ങനെ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ബാബുക്ക് എന്തിനാണ് വന്നത്? എന്റെ 2 സുഹൃത്തുക്കൾ കുറെ ഷോ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എത്രയൊക്കെ ഷോ നടത്തുവോ അതിലൊക്കെ നീ വന്ന് പാടണം, ഒരു കാർഡിട്ട പോരെ ബാബുക്ക എഴുതിയിട്ട്, ഒന്നിങ്ങനെ ഇന്ന സ്ഥലം വരെ വരണം. ബാബുക്ക പറഞ്ഞ മറുപടി കേട്ടിട്ടാണ് എന്റെ ചങ്ക് കയറുന്നു. ഇത് ആവശ്യക്കാരൻ ഞാൻ എന്തൊരു വലിയ ഹൃദയ വിശാലതയുള്ള മനുഷ്യരാണെന്നൊന്ന് ആലോചിച്ചു നോക്കി. ഞാൻ ആ ബാബുക്കാന്റെ കൂടെ സന്തോഷകരമായിട്ട് ഒരു 6 പരിപാടിക്ക് പാടി. അത് വലിയ ഭാഗ്യമാണ്. കാരണം ഒരു ലെജൻഡുമായിട്ട് ഒരു സ്റ്റേജ് പങ്കിട്ടാൽ പോലും അത് വലിയൊരു ഭാഗ്യമാണ്.